ഇത് നമ്മുടെ പഴയ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ആണ് കേട്ടോ. പഴയത് MCB LCB ഒക്കെ വരുന്നതിന് മുമ്പേ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ MCBക്ക് പകരമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെയായിരുന്നു നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്നത്. MCBക്കൊക്കെ പകരം ഓരോ സർക്യൂട്ടിനും ഓരോ ഫ്യൂസ് ഇങ്ങനെ കൊടുക്കുക. എത്ര ആംസിൻ്റെ ഒരു ഫ്യൂസിൻ്റെ അപ്പം 16 ആംസിൻ്റെ ഫ്യൂസ് ഇങ്ങനെ കൊടുത്തേക്കുക. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് മേലോട്ട് നോക്കിയാൽ കാണാം എല്ലായിടത്തും ഓരോ ഫ്യൂസിനും ഓരോ ഇൻഡിക്കേറ്റർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ഇൻഡിക്കേറ്റർ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫ്യൂസിൻ്റെ മേളിൽ നിന്ന് ഇപ്പോൾ എല്ലായിടത്തും എല്ലാ ഫ്യൂസിൻ്റെ മേളിൽ നിന്ന് ഇപ്പോൾ ഇൻഡിക്കേറ്റർ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അഥവാ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ഓവർലോഡോ എന്തെങ്കിലും കയറി പറ്റിയിട്ട് അങ്ങനത്തെ കേസിൽ എന്തെങ്കിലും ഫ്യൂസ് ഇതായിപ്പോവും, ഉരുകിപ്പോവും. ഫ്യൂസ് ഉരുകിപ്പോകുന്ന സമയത്ത് ഇങ്ങോട്ടുള്ള ലൈറ്റിലോട്ടുള്ള ഫേസ് കട്ടാകും. അപ്പോൾ ലൈറ്റിലോട്ടുള്ള ഫേസ് കട്ടാകുമ്പോൾ ലൈറ്റ് അങ്ങ് ഓഫായിപ്പോവും, ഇൻഡിക്കേറ്റർ അങ്ങ് ഓഫാകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാനൊക്കെ ഏത് ഫേസിലാണ് കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഏത് ഫേസാണ് ഇങ്ങനെ ഓപ്പണായി പോയെന്ന് അറിയാനൊക്കും. ഏത് ഫേസിൻ്റെ വയറാണ് ഇങ്ങനെ ഉരുകി പോയേക്കുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കും. അതിനായിട്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഓരോ ഇൻഡിക്കേറ്റർ ഇങ്ങനെ കൊടുത്തേക്കുന്നത്. എല്ലാ ഫ്യൂസിനും നോക്കിയാൽ കഴിഞ്ഞാൽ ഓരോ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡ് നമ്മുടെ ഇത് 3 ഫേസിൻ്റെയാണ് കേട്ടോ. അപ്പോൾ 3 ഫേസിൻ്റെ ഇവിടെ ഒരു ഫേസ് സെലക്ടർ ഉണ്ട്. ഇപ്പോഴും നമ്മുടെ ബോക്സിൽ 3 ഫേസിൻ്റെ ഫേസ് സെലക്ടറുകളുണ്ട്. അതുപോലെ തന്നെ MCBക്ക് വരും മെയിൻ സ്വിച്ചിന് വരും നമ്മുടെ പഴയ ഒരു ഐസൊലേറ്റർ മേടിച്ചിട്ടുണ്ട്. 4 പോളിൻ്റെ ഒരു ഐസൊലേറ്റർ. ഇത് അതിൻ്റെ മെയിൻ സ്വിച്ച് ഓണും ഓഫും ചെയ്തില്ലേ, അപ്പം അതിനായിട്ട് വെച്ചേക്കുന്നതാണ് മെയിൻ ഓൺ ഓഫ്. അവൻ ജസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ കൊള്ളാം സംഭവം, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിലതിൻ്റെയൊക്കെ ബോർഡിലാണെങ്കിൽ ഇത് തുറക്കാനൊക്കെ ഒന്നുമില്ല. ചിലതിൻ്റെയൊക്കെ ബോർഡിലാണെങ്കിൽ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ലോക്ക് കാണും. ആ ലോക്ക് തുറന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വെളിയിലോട്ട് ഇങ്ങനെ എടുക്കാനൊക്കും. പണ്ടൊരു സൈറ്റിൽ പോയപ്പോൾ മൊത്തത്തിൽ ലോക്കായിരുന്നു. അപ്പോൾ അതിങ്ങനെ മേളോട്ട് ഇങ്ങനെ വെളിയിലോട്ട് ഇങ്ങനെ നമുക്ക് വലിച്ചെടുത്ത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനൊക്കും.